എഡ്യൂക്കേഷണൽ സിസ്റ്റം നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്തെല്ലായിടത്തും ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റമുണ്ട്. കാരണം എഡ്യൂക്കേഷന് കൊടുക്കുന്ന പ്രാധാന്യം, എഡ്യൂക്കേഷനിലൂടെ അറിവ് ലഭിച്ച് വളരുന്നവരുടെ എണ്ണം, ഇതെല്ലാം ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെയും ആ രാജ്യത്തിൻ്റെ പുരോഗമനത്തെയും ഒരുപാട് ദുരിതപ്പെടുത്തുന്നതാണ്. കാരണം എല്ലാ വളർച്ചയും നമുക്ക് ഈ എഡ്യൂക്കേഷനിലൂടെ ആർജിച്ചെടുക്കാം. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇത്രമാത്രം എഡ്യൂക്കേഷൻ കൊടുത്തിട്ടും ഇത്രമാത്രം കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചിട്ടും അതിൻ്റെ ഫലപ്രാപ്തി വേണ്ട വിധത്തിൽ പല സ്ഥലത്തും വരുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ മുടക്കുന്നതിൻ്റെ പകുതി പോലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല. അപ്പം എന്തോ ഒരു പ്രശ്നം ഇതിലുണ്ട്. കാരണം നമ്മൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളാണോ അതോ നമ്മൾ തന്നെ പഠിച്ച കാര്യങ്ങളാണോ നമ്മൾ കൂടുതൽ ഓർത്തിരിക്കുന്നത്? അതായത് നമ്മൾ സമയം കളഞ്ഞ്, നമ്മൾ മെനക്കെട്ട്, നമ്മുടെ ഇൻട്രസ്റ്റ് കൊണ്ട്, നമ്മുടെ ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മളന്ന് പഠിക്കാൻ ശ്രമിച്ച കാര്യങ്ങളാണോ നമ്മുടെ മനസ്സിൽ കൂടുതലിരിക്കുന്നത്, അതോ അവിടെ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളാണോ? ഒരു സംശയവും വേണ്ട, നമുക്ക് ഇൻട്രസ്റ്റ് തോന്നി നമ്മൾ പഠിച്ച കാര്യങ്ങളായിരിക്കും കൂടുതലും നമ്മുടെ ബ്രെയിനിൽ നിൽക്കുന്നതും കൂടുതലും നമുക്ക് മനസ്സിലായതും കൂടുതലും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചതും. മറ്റത് ആരൊക്കെയോ എന്തൊക്കെയോ പഠിപ്പിച്ചു, കുറേ നമ്മുടെ മനസ്സിലുണ്ട്, കുറച്ച് അവ്യക്തമാണ്, കുറച്ച് എന്താണെന്ന് നമുക്ക് പിടികിട്ടിയില്ല. ഇങ്ങനെയായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ, ഇങ്ങനെ തന്നെയായിരിക്കും നല്ലൊരു ശതമാനം ആളുകളുടെയും മനസ്സിൽ കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ? പണ്ട് നവാസ് മീരാൻ എന്ന് പറയുന്ന ഈസ്റ്റേൺ കമ്പനികളുടെ പഴയ ഓണർ, അദ്ദേഹം ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം അദ്ദേഹം പറഞ്ഞു, വി ക്യാൻ ബ്രേക്ക് എ എഗ് ഫ്രം ബോത്ത് സൈഡ്, ഫ്രം ഇൻസൈഡ് ആസ് വെൽ ആസ് ഫ്രം ഔട്ട്സൈഡ്. അതായത് നമുക്കൊരു മുട്ട പൊട്ടിക്കാം. എങ്ങനെ? പുറത്തുനിന്നും പൊട്ടിക്കാം, അകത്തുനിന്നും പൊട്ടിക്കാം. പലപ്പോഴും നമ്മുടെ ഈ പുറത്തുനിന്നും അകത്തുനിന്നും പൊട്ടിക്കുന്നതിൻ്റെ രണ്ട് ഡയമെൻഷനുണ്ട്, രണ്ട് വ്യൂ പോയിൻ്റുകളുണ്ട്. അതായത് പുറത്തുനിന്ന് പൊട്ടിക്കുക എന്ന് പറയുന്നത്, പുറത്ത് നിൽക്കുന്ന ആൾ അയാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓംലേറ്റ് ഉണ്ടാക്കാൻ, അയാളുടെ രീതിയിൽ, അയാൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊട്ടിക്കുന്നത്. അത് സഡൻ ആക്ഷനാണ്. ഇനി മുട്ട അകത്തുനിന്ന് പൊട്ടും. അകത്തുനിന്ന് പൊട്ടണമെങ്കിൽ എന്ത് വേണം? അതിന് വേണ്ട ഒരു അവസ്ഥ എവിടെ ഉണ്ടാകണം. കാരണം ഓരോ മുട്ടയ്ക്കുള്ളിലും ഓരോ ജീവനുണ്ട്. ആ ജീവൻ അത് പുറത്തേക്ക് വരണമെങ്കിൽ അതിന് സമയം വേണം, അതിന് ക്ലൈമറ്റ് വേണം, അതിന് ബാക്കിയുള്ളവരുടെ ഡെഡിക്കേഷൻ വേണം. അതിൻ്റെ ഉള്ളിൽ ഒന്നും അറിയാതെ ഒരു ജീവൻ തന്നെ വളർച്ച പ്രാപിക്കുക. അപ്പം അതിൻ്റെ ഒതൻറ്റിസിറ്റി, ഒരു മുട്ട എന്ന് പറയുന്ന അല്ലെങ്കിൽ എഗ്ഗ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി, അല്ലെങ്കിൽ അത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടോ ആ ഡിസൈൻ ചെയ്യപ്പെട്ട ഐഡൻറ്റിറ്റി പുറത്തു വരണമെങ്കിൽ അത് ഇൻസൈഡിൽ നിന്ന് ബ്രേക്ക് ആകണം. ഇൻസൈഡ് ബ്രേക്ക് ആകണമെങ്കിൽ ഇൻസൈഡിൽ നിന്ന് ബ്രേക്ക് ചെയ്യാൻ പര്യാപ്തമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകണം, അല്ലെങ്കിൽ ഉണ്ടാക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, വില്യം ഷേക്സ്പിയറിനെ നമ്മൾ കഥ എഴുതാൻ പഠിപ്പിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം കഥ എഴുതാൻ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ലെജൻഡ് ഉണ്ടാവുമായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീനെയും ന്യൂട്ടനെയും ഒക്കെ ആരെങ്കിലും കൃത്യമായ കോച്ചിങ് കൊടുത്തും ട്യൂഷൻ കൊടുത്തും അടിയും പുട്ടീരും കൊടുത്തും പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇത്രമാത്രം പ്രതിഭകളും ലെജൻഡുകളും ഉണ്ടാവുമായിരുന്നു. നിക്കോള ടെസ്ലയ്ക്ക് ആരെങ്കിലും ഒരു എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നെങ്കിൽ, അങ്ങോട്ട് പഠിപ്പിച്ചിരുന്നെങ്കിൽ അയാൾ ഇങ്ങനെ വളരുമായിരുന്നു? വളരത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വളർന്ന ആൾക്കാരെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരൊക്കെ എഡ്യൂക്കേഷണൽ പരമായിട്ട്, ന്യൂട്ടനൊക്കെ അന്നത്തെ ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ്. പക്ഷേ ന്യൂട്ടനെ ആരും പഠിപ്പിക്കുകയല്ല ചെയ്തേ, അയാളുടെ ക്യൂരിയോസിറ്റി കൊണ്ട് അയാൾ പഠിച്ചെടുക്കുക ചെയ്തേ. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഒരാൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതും ആ പഠിക്കാൻ നിൽക്കുന്ന ആൾ അയാളുടെ ക്യൂരിയോസിറ്റി കൊണ്ടൊരു കാര്യം പഠിച്ചെടുക്കുന്നതും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ ചോദിക്കും, എവിടെയാണ് ഇവിടെ ഈ ഫണ്ടമെൻ്റലായ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകാത്തത്? അതായത് ഏത് സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ പഠിക്കണമെങ്കിലും അതിനൊരു ഫണ്ടമെൻ്റൽ ഉണ്ട്, ഒരു ഫണ്ടമെൻ്റൽ, അതിൻ്റെ ബേസ് അതാണ്.
ആ ഫണ്ടമെൻ്റൽ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്കതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു തിയറി പഠിക്കുക. ഒരു ജസ്റ്റ് എക്സാമ്പിൾ എടുക്കാം. നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ തന്നെ ഒരു തിയറി എടുക്കുകയെന്ന് വെച്ചു. നമ്മളതിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു. ആ ഡെഫിനേഷൻ പഠിച്ചു, അതിൻ്റെ കാര്യങ്ങൾ പഠിച്ചു, അത് ആരാണ് കണ്ടുപിടിച്ചതെന്ന് പഠിച്ചു, എന്തിനാണ് കണ്ടുപിടിച്ചതെന്ന് പഠിച്ചു. ഇങ്ങനെ കുറേ കാര്യങ്ങളങ്ങ് പഠിച്ചു. എന്തിനാണ് നമ്മളിത് പഠിച്ചത്? നമ്മൾ ഈ എസ്സേ എഴുതാൻ വേണ്ടിയിട്ടാണ് പഠിച്ചത്. അതിൻ്റെ കാരണങ്ങൾ, കോഴ്സുകളെല്ലാം നമ്മൾ എക്സേ എഴുതാൻ വേണ്ടിയിട്ടാണ് പഠിച്ചത്. ആ കൊച്ചിന് എന്തെങ്കിലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിട്ടാണോ അത് പഠിച്ചത്? അയാൾ എന്താണ് പണം എന്നെനിക്ക് മനസ്സിലാക്കണമെന്നൊരാഗ്രഹമുണ്ട്. അല്ലെങ്കിൽ എന്താണ് ജിയോമെട്രി, മാത്തമാറ്റിക്സിലെ എന്താണ് ഈ ജിയോമെട്രി എന്ന് കൊച്ചിന് മനസ്സിലാക്കാൻ ആഗ്രഹമില്ലാതെ കൊച്ചിനെ നമ്മൾ അങ്ങോട്ട് പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു ബ്ലാസ്റ്റേ ഉണ്ടാകത്തുള്ളൂ. ആ കൊച്ചിൻ്റെ മുഴുവൻ ഇൻട്രസ്റ്റും പോവും. കാരണം നമ്മൾ അങ്ങോട്ട് തള്ളിക്കയറ്റാൻ നോക്കിയാൽ നമ്മുടെ ബ്രെയിൻ ഒരു നേച്ചറുണ്ട്, അതിന് ഒപ്പോസ് ചെയ്യാനുള്ള പ്രവണത കൂടും. ആ കൊച്ചിന്, അതായത് ഇൻസൈഡ് എഗ് ഹാസ് ടു ബ്രേക്ക് ഫ്രം ഇൻസൈഡ് എങ്ങനെ പറ്റും? ആ കൊച്ചിനെ കൊണ്ട് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു കഥ ഉണ്ടാക്കി കൊടുക്കുക. നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ വിദ്യാഭ്യാസവും, നമ്മുടെ ഭേദപാഠം, നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ കോളേജുകൾ, മതപഠന ക്ലാസ്സുകൾ എല്ലാത്തിലും സംഭവിക്കുന്നത് ഇതാ. എന്താ കാര്യമെന്നറിയാതെ പഠിപ്പിക്കുക. കാര്യം എന്തെന്നറിഞ്ഞാൽ മാത്രമേ കൊച്ചിന് പഠിക്കാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാകത്തുള്ളൂ. എന്ത് കാര്യവും. അപ്പം ഈ ക്യൂരിയോസിറ്റിയാണ് ലൈഫിൻ്റെ എൻജിൻ എന്ന് പറയുന്നത്. ആ കൊച്ചിന് എന്താണ് പൈതഗോറസ് സിദ്ധാന്തം കൊച്ചു നന്നായിട്ട് പഠിക്കും. എങ്ങനെ പഠിപ്പിക്കണം? പൈതഗോറസ് എന്ത് ആംഗിളിൽ നിന്ന് അതിനെ കണ്ടു, എന്താവശ്യത്തിന് വേണ്ടി അത് ഡിസൈൻ ചെയ്തു, അതിൻ്റെ പ്രായോഗിക തലമെന്ത്, എവിടെയൊക്കെ അത് പ്രായോഗിക തലമാക്കുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞാലേ കൊച്ചിനിത് മനസ്സിലാകത്തുള്ളൂ. അതിൻ്റെ പ്രായോഗികത മനസ്സിലാക്കിയാൽ മാത്രമേ കൊച്ചിന് മനസ്സിലാക്കാൻ ശേഷി ഉണ്ടാകത്തുള്ളൂ. ആ പ്രായോഗികത മനസ്സിലാക്കിയാൽ മാത്രമേ അവനിൽ നിന്ന് അടുത്ത സ്കില്ല്, ക്രിയേറ്റിവിറ്റി, പുള്ളി ചിന്തിച്ചതിനെ ഒപ്പോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ചിന്തിക്കണം. പുള്ളി ചിന്തിച്ചത് മാത്രമാണോ സത്യം? അതിൽ നിന്ന് ഇച്ചിരി ഡിഫറൻ്റായിട്ട് ചിന്തിച്ചാൽ ഇച്ചിരിയും കൂടി നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ലേ? ക്രിയേറ്റിവിറ്റിയാണത്. അവൻ്റെ ഇൻബോൺ എബിലിറ്റിയാണ് ആ വരുന്നത്. നമുക്കൊരു പൈതഗോറസ് അല്ല, നമുക്ക് 10,000 പൈതഗോറസിനെ ഉണ്ടാക്കാൻ പറ്റും. അയാളുടെ ആശയം എന്താണെന്ന് ചെറുപ്പത്തിലെ തന്നെ മനസ്സിലാക്കുക. ഒരു കഥ രൂപത്തിൽ, കൊച്ചിന് മനസ്സിലാകുന്ന ഭാഷയിൽ ആ തിയറിയെക്കുറിച്ച് കൊച്ചിനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കി കൊടുക്കുക. അതിൻ്റെ ഉള്ളിലെ ആശയത്തിൻ്റെ കണ്ടൻറ്റിൻ്റെ സമൃദ്ധി എന്നാന്ന് ഒന്നൊന്ന് മനസ്സിലാക്കിച്ചു കൊടുത്താൽ മതി, പറന്നോളും. അതുകൊണ്ടാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ്. കാരണം പണ്ടൊരു സ്റ്റോറിയുണ്ട്. ഒരു അധ്യാപകൻ, ഒരു കഴുകൻ, ആ കഴുകൻ എവിടെയോ ഒരു കഴുകൻ കുഞ്ഞ് ഒരു വീട്ടുകാരൻ ആ കഴുകൻ കുഞ്ഞിനെ കിട്ടി. അയാൾ അതിനെ കൊണ്ടുപോയി വളർത്തി. എവിടെയാണ് വളർത്തിയത്? ഒരു ചെറിയ കോഴികളുടെ കൂട്ടത്തിലാണ് വളർത്തിയത്. അപ്പം ഈ ഇത്രമാത്രം ശേഷിയും കഴിവുള്ള ജീവി ഈ കോഴിയെപ്പോലെ ജീവിക്കുകയും കോഴിയിൽ അഭയം പ്രാപിച്ച് കോഴി കാണിക്കുന്ന പോലെ തന്നെ ജീവിച്ച് വളരുക. ഒരു ദിവസം ഒരു അധ്യാപകൻ അവനെ കണ്ടെത്തി. അധ്യാപകൻ ആ കഴുകൻ്റെ കഴിവുകളറിയാം, ശേഷി അറിയാം. ആ അധ്യാപകൻ അതിനെ കൊണ്ടുപോയി അതിനെ പതിയെ ട്രെയിൻ ചെയ്യാൻ നോക്കി. ഒന്നും നടക്കുന്നില്ല. അവസാനം അധ്യാപകൻ അവനെ കൊണ്ടുപോയി ഒരു സൂര്യൻ എന്ന് പറയുന്ന ഒരു വിഷൻ കാണിച്ചു കൊടുത്തു. അപ്പം ആ സൂര്യനിലേക്ക് അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ കഴുകൻ കുഞ്ഞ് നോക്കുന്നത്. കാരണം അതുവൻ താഴേക്ക് നോക്കിയാണ് ജീവിച്ചത്. അന്ന് അവൻ മുകളിലേക്ക് നോക്കുമ്പം അവനെപ്പോലെ ഒരുപാട് പക്ഷികൾ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത് കണ്ടു. അവർക്കെല്ലാം മുകളിൽ സൂര്യൻ എന്ന് പറയുന്ന ഒരു വലിയ ആശയം നിലനിൽക്കുന്നു. അവന് കൗതുകം തോന്നി. അവൻ അതിനെക്കുറിച്ച് ആകാംക്ഷ തോന്നി. അവൻ എത്തേണ്ട ലക്ഷ്യമെന്തെന്ന് ആ അധ്യാപകൻ അവന് പറഞ്ഞു കൊടുത്തു. സൂര്യൻ എന്താണെന്നും അവിടെ നടക്കുന്ന പക്ഷികൾ എന്താണെന്നും അത് എങ്ങനെ അവിടെ എത്തണമെന്നും എങ്ങനെയൊക്കെ എത്താൻ പറ്റുമെന്നും ഒക്കെ ഒരു നിമിഷം കൊണ്ട് അവനിൽ ഒരു സ്വപ്നം ഉണ്ടാക്കാൻ പറ്റി. ആ സ്വപ്നം ഉണ്ടാകാൻ പറ്റി പിന്നീട് മുഴുവൻ ശ്രമിച്ചത് ആ കഴുകൻ്റെ ചിറകുകളുടെ കഴിവാണ്. അവൻ പതിയെ പറന്നു, പൊങ്ങിപ്പറന്നു, ചാന്ന് പറന്നു, ട്രെയിൻ ചെയ്തു. കാരണം ഇവിടെയൊന്നും അധ്യാപകന് റോളില്ല. അവന് വിഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് മാത്രമാണ് അധ്യാപകൻ്റെ റോള്. അവനത് പറന്നുയർന്നു. അങ്ങനെ വിഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കാരണം ഹൂ ഈസ് എ ഗുഡ് ടീച്ചർ എന്ന് പറയുന്നിടത്തൊരു
തിയറി ഉണ്ട്. എ ഗുഡ് ടീച്ചർ ടീച്ച് വെൽ, എ ബെറ്റർ ടീച്ചർ എക്സ്പ്ലെയിൻ വെൽ, എ ബെസ്റ്റ് ടീച്ചർ ക്രിയേറ്റ് വിഷൻ. ഇതാണ്, അത് വിഷൻ ഉണ്ടാക്കി കൊടുക്കുക. കാരണം ഏത് ആകാശങ്ങളിലേക്കാണ് ഉയരേണ്ടത് എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു സ്വപ്നവും ആ സ്വപ്നത്തിൽ എത്തിപ്പെടാൻ ഉള്ള ചിറകുകളും അവന് കൊടുക്കുക. ബാക്കിയൊക്കെ അവർ ചെയ്തോളും. അപ്പം ചിറകുകൾ എന്ന് പറയുന്ന ക്യൂരിയോസിറ്റിയാണ്, വിഷൻ എന്ന് പറയുന്നത് ലക്ഷ്യമാണ് അല്ലെങ്കിൽ സ്റ്റോറിയാണ്. അധ്യാപകൻ പറഞ്ഞു കൊടുത്ത ചെറിയ സ്റ്റോറി, അതിനെക്കുറിച്ച് ആകാംക്ഷ ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ സംസാരിക്കുക എന്ന് പറയുന്നത്, ഇതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഫണ്ടമെൻ്റൽ. കാരണം നമുക്കൊരിക്കലും ഒരു കൊച്ചിനോട് എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും അവനൊരു കോപ്പും മനസ്സിലാകാൻ പോകുന്നില്ല. കാരണം അവൻ ആകാംക്ഷ ഇല്ലാത്തടത്തോളം കാലം. അപ്പം ആകാംക്ഷ ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുക, ആകാംക്ഷ ഉണ്ടാക്കുന്ന രീതിയിൽ, സ്വപ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ, അതിനെക്കുറിച്ച് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന രീതിയിൽ കുഞ്ഞുങ്ങളോട് സംസാരിച്ചാൽ മാത്രമേ ആ സ്വപ്നങ്ങളിൽ എത്താനുള്ള ശേഷി അവർക്കുണ്ടാവുള്ളൂ. ഇതാണ് ബ്രേക്ക് എഗ് ഫ്രം ഇൻസൈഡ് എന്ന് പറയുന്നത്. അത് കോഴിക്കുഞ്ഞ് തന്നെ ചെയ്തോളും. കോഴിക്കുഞ്ഞ് ആകുന്ന രീതിയിൽ അതിനെ ആക്കി വിടുക എന്നുള്ളതാണ്. അതിന് സാഹചര്യം വേണം, ക്ലൈമറ്റ് വേണം, അതിന് മോട്ടിവേഷൻ വേണം, എല്ലാം വേണം. കാലതാമസവും എടുക്കും. പക്ഷെ ഒരിക്കൽ വിജയിച്ചാൽ അതിൽ നിന്നൊരു പുതിയ ഐഡൻറ്റിറ്റി ഉണ്ടാകും. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഒരിക്കലും നിന്നു പോകാൻ പാടില്ലാത്തത്. ഓരോ കാര്യത്തെക്കുറിച്ചും നല്ല സ്റ്റോറികൾ ഉണ്ടാവുക. എല്ലാത്തിലും സ്റ്റോറിയുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും ചെയ്തേക്കുന്ന ഓരോ വ്യക്തികളാണ്. ആ വ്യക്തികൾ ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യങ്ങളും അവരെന്തിനു വേണ്ടി അതുണ്ടാക്കി, എന്തായിരുന്നു അവരുടെ ലക്ഷ്യം എന്ന് പറയുന്ന ഒരു സിനിമാ സ്റ്റൈലിൽ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകാത്തവരായിട്ട് ഈ ലോകത്താരുമില്ല. ഇതാണ് എഡ്യൂക്കേഷൻ്റെ ഫണ്ടം. ഈ രീതിയിലാണ് എഡ്യൂക്കേഷൻ മാറേണ്ടത്. അല്ലാതെ കുറേ തിയറികൾ പഠിപ്പിച്ചു വെച്ചു, അവർക്കും ഉപകാരമില്ല, പഠിപ്പിക്കണവർക്കും സമയം പോക്ക്, രാഷ്ട്രത്തിനും ഉപകാരമില്ല, സൊസൈറ്റിക്കും ഗുണമില്ല. പിള്ളേരെല്ലാം എന്ത് ചെയ്യും? കുറേ കള്ളും കഞ്ചാവും അടിച്ച് നടക്കുക. അതാണ്, മാറി ചിന്തിക്കണം. അവർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ ഇവർക്കൊന്നും പിന്നെ കള്ളടിക്കാനും കഞ്ചാവ് വെക്കാനും അടിയുണ്ടാക്കാൻ പോകാനൊന്നും നേരം കിട്ടത്തില്ല. അവരുടെ ബ്രെയിൻ തീ പിടിക്കും. ആ സ്വപ്നങ്ങളുടെ പുറകെ അവർ പൊക്കോളും. അങ്ങനെ സ്വപ്നങ്ങളുടെ പുറകെ പോകുമ്പം അവർ വലിയ അച്ചീവ്മെൻ്റ് ഒന്നും ജീവിതത്തിലെത്തി വലിയ സംഭവങ്ങളായി എന്നും എല്ലാവരെയും കൂടി നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. പക്ഷെ അവരെത്തിപ്പെടുന്ന ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത്, അതിൻ്റെ പുറകെ 10,000 ചവിട്ടാൻ കാണും. കാരണം പല ആശയങ്ങളും ആദ്യമായിട്ട് നാം വിടുമ്പം എല്ലാം ഉൾക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ജീവനുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. അപ്പം അങ്ങനെ ക്യൂരിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസം വേറൊരു ലെവലിലേക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. കാരണം പിള്ളേർക്ക് ഫണ്ടമെൻ്റലായ കാര്യങ്ങൾ പിടികിട്ടിയില്ല. ആ ഫണ്ടമെൻ്റൽ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എങ്ങോട്ട് പറക്കണമെന്നറിയത്തില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങളും നമ്മുടെ പോളിസികളും മാറട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.